മറ്റു വാർത്തകളിലേക്ക് പോയാൽ ഉത്തരാഖണ്ഡ് ധരാലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. കുടുങ്ങിക്കിടന്ന 56 പേരെ കൂടി രക്ഷപ്പെടുത്തിയവരെ ഉത്തരകാശിയിൽ എത്തിച്ചു. ഉത്തരാഖണ്ഡിൽ നിന്നും ശരത് ലാൽ ചേരുകയാണ്. ശരത്ത്, എന്തായാലും ഇന്ന് ഒരു 56 പേരെ രക്ഷിക്കാനായി വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. എങ്ങനെയാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്? രുചിഷ, ഇന്നും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. മലയാളികളടക്കമുള്ള കുടുങ്ങിക്കിടക്കുന്ന 56 പേരെയാണ് ഇന്ന് ഉത്തരകാശിയിലെ ഇന്ത്യ തിബത്തൻ പോലീസിൻ്റെ ആസ്ഥാനത്ത് ഇറക്കിയിരിക്കുന്നത്. ഇനിയും കാലാവസ്ഥ കുറച്ച് അനുകൂലമല്ലാത്തതിനാൽ രക്ഷാപ്രവർത്തനം അല്പം നീട്ടിവെച്ചിരിക്കുകയാണ്. ഇനി 2 മണിക്ക് പുനരാരംഭിക്കും. 11 മണിയോടെ കാലാവസ്ഥ കർമ്മങ്ങൾ കൂടിയതുകൊണ്ടും വെളിച്ചക്കുറവുകൊണ്ടുള്ള ഹെലികോപ്റ്റർ വീഴുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കരമാർഗമുള്ള രക്ഷാപ്രവർത്തനം ഗഗനാലി പാലത്തിൻ്റെ നിർമ്മാണം ആർമി തുടങ്ങിക്കഴിഞ്ഞു. ആർമിയുടെ ബംഗാൾ സപ്പർ യൂണിറ്റാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. സ്പെഷ്യൽ കമാൻഡോ യൂണിറ്റാണിത്. പ്രത്യേക 30 അംഗ കമാൻഡോകളും ബംഗാളിൽ നിന്ന്, കൊൽക്കത്തയിൽ നിന്ന് ഇവിടെ ഇതിനായിട്ട് എയർ മാർഗം എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി പ്രാഥമികമായ പാലം നിർമ്മാണം പൂർത്തിയാവും. എന്നാൽ അതിൻ്റെ ഫലം പരിശോധിക്കാൻ BRDO എഞ്ചിനീയേഴ്സും MESും വന്ന ശേഷം മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. ഇപ്പോൾ തന്നെ 40ഓളം ആംബുലൻസുകളും അതുപോലെ തന്നെ 64 മണ്ണുമാന്തി യന്ത്രങ്ങളും ഈ ധരാലിയിലേക്ക് പോകാൻ വേണ്ടി, രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പാലം എപ്പോൾ തുറക്കുന്നു ഈ യന്ത്രങ്ങളൊക്കെ, മണ്ണുമാന്തി യന്ത്രങ്ങളും ആംബുലൻസൊക്കെ ധരാലിയിലേക്ക് പോകും. മെഡിക്കൽ സംഘവും കാത്തിരിക്കുകയാണ്. ഏതായാലും വലിയൊരു സംവിധാനം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രുചീഷ്, ഇന്നത്തോടുകൂടി ധരാലിയിൽ എത്തുമെന്നാണ്, ധരാലിയിൽ രക്ഷാപ്രവർത്തനം റോഡുമാർഗം കഴിയുമെന്ന വിശ്വാസമാണ് കാലാവസ്ഥ പ്രതികൂലമല്ലെങ്കിൽ സൈന്യത്തിനുള്ളത്. രുചീഷ്. ശരി ശരത് ലാൽ, എന്തായാലും ധരാലിയിലേക്കുള്ള റോഡ് മാർഗങ്ങൾ അത് കൃത്യമായി നടപ്പാക്കാനുള്ള പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നു. എന്തായാലും ഇന്നും രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്.